വെൽക്കം ഓൾ. ഞാൻ ഡോക്ടർ അഞ്ജിത, ഹാർവെസ്റ്റിന്റെ പ്രൊഡക്ട് ട്രെയിനർ. തന്നെ പ്രൊഡക്ട് നോളജ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. പ്രൊഡക്ട്സ് ആണ് നമ്മളുടെ വെപ്പൺസ്, നമ്മളുടെ ആയുധം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ആയുധത്തെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു അറിവ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ആർക്കൊക്കെ നൽകാം, അത് ഏതൊക്കെ അവസരങ്ങളിലാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ അവസരങ്ങളിലാണ് അത് ഉപയോഗിക്കാൻ പാടില്ലാത്തത്, ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു ആയുധം എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്ട്സ് നമ്മൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുകയുള്ളൂ, കൃത്യമായിട്ട് ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഈ ഒരു ഓൺലൈൻ പ്രൊഡക്ട് ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇതുവരെ കഴിഞ്ഞതിൽ നിന്നും മനസ്സിലായി കാണും, നമ്മൾ ഓരോ പ്രൊഡക്റ്റിനും അല്ലെ 40-45 മിനിറ്റ് എടുത്തിട്ടാണ് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പം അത്രയുമാണ് നോളജ് നിങ്ങൾക്ക് ഈ ഓൺലൈൻ പ്രൊഡക്ട് ട്രെയിനിങ്ങിലൂടെ നൽകുന്നത്. അതെന്തുകൊണ്ടാണ്? ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും വളരെ ആഴത്തിൽ അറിഞ്ഞിരിക്കേണ്ട ആവശ്യം വളരെ അത്യാവശ്യമാണ്. നമ്മളുടെ ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി നമ്മളുടെ എഡ്യൂക്കേഷൻ വിങ് ആണ്, അല്ലെങ്കിൽ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് അല്ലെ. ഈ ഹാർവെസ്റ്റ് ആണ് നമ്മളുടെ ബിസിനസ് ട്രെയിനിങ്ങും പ്രൊഡക്ട് ട്രെയിനിങ്ങും ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത്. നമ്മുടെ ഹാർവെസ്റ്റ് പറയുന്നതും ഇത് തന്നെയാണ്. നിങ്ങൾ അറിവ് നേടൂ, അറിവ് നേടുന്നതിലൂടെ നിങ്ങൾ സമ്പാദിക്കൂ എന്നാണ്. നമുക്ക് ടോട്ടൽ എത്ര ബ്രാൻഡാണ് ഉള്ളത്? നമുക്ക് ടോട്ടൽ 6 ബ്രാൻഡാണ് ഉള്ളത്. അതിൽ തന്നെ സ്റ്റാർ ബ്രാൻഡ് എന്നറിയപ്പെടുന്നതാണ് എലമെന്റ്സ് വെൽനസും അതേപോലെ തന്നെ ഓൺ ആൻഡ് ഓണും. എലമെന്റ്സ് വെൽനസ് ആണെങ്കിൽ ആയുർവേദത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് അല്ലെ രോഗപ്രതിരോധത്തിനും ഒരുപാട് അവയവങ്ങളിൽ ചെന്ന് പ്രവർത്തിക്കാനും മറ്റും സഹായിക്കുന്നതായിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ആണ് എലമെന്റ്സ് വെൽനസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കൊണ്ടുവരുന്നത്. ഓൺ ആൻഡ് ഓണിലാണെങ്കിൽ ഒരുപാട് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ആണ്. നമ്മൾ പ്രോട്ടീൻ പൗഡർ ഒക്കെ നമ്മളുടെ ന്യൂട്രി ലൈഫ് ഒക്കെ നമ്മൾ നോക്കിയതാണ് അല്ലെ. ഇനി അടുത്തതായിട്ടുള്ള നമ്മളുടെ 3 ബ്രാൻഡുകൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നോക്കിയാൽ അറിയാം, ഈ 3 ബ്രാൻഡുകളുടെയും പ്രത്യേകത എന്താണ്? നമ്മളുടെ വീടുകളിൽ ഏറ്റവും ഗുണനിലവാരമുള്ള പ്രോഡക്ട്സ് നിങ്ങളുടെ വീടുകളിൽ എത്താൻ വേണ്ടിയിട്ട് എത്തണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി വന്നിരിക്കുന്ന 3 ബ്രാൻഡുകളാണ് ആഹാർ, ന്യൂ സ്റ്റാർ, MI ഹോം എന്ന് പറയുന്നത്. 6ാമത്തെ ബ്രാൻഡായിട്ടുള്ള ഇന്ത്യ ഗ്രോ എന്ന് പറയുന്നത് നല്ല അല്ലെ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതായിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ആണ് ഇന്ത്യ ഗ്രോയിൽ വരുന്നത്. അപ്പൊ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മൾ എല്ലാ മേഖലയിലുമാണ് നമ്മുടെ MI ലൈഫ് സ്റ്റൈല് കൈവച്ചിട്ടുള്ളത്. ഇനിയും എന്താണ് വെൽനസ്? നമ്മൾ ഒരുപാട് ട്രെയിനിങ്ങിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു വെൽനസ് അല്ലെ. എന്താണ് വെൽനസ്? ഭാവിയിൽ ഒരുപാട് രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ എങ്ങനെയാണ്? ഇന്ന് നമ്മുടെ ജീവിത ശൈലിന്റെ ഭാഗമായിട്ടാണ് ഒരുപാട് രോഗങ്ങൾ ഭാവിയിൽ വരാനായിട്ട് പോകുന്നത്. ഹൃദയ സംബന്ധമായിക്കോട്ടെ, ലിവർ കരളിനെ ബാധിക്കുന്ന രോഗങ്ങളായിക്കോട്ടെ, സന്ധിവേദന ആയിക്കോട്ടെ, എല്ല് തേയ്മാനമായിക്കോട്ടെ, ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പം ഇത്തരത്തിൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഈ പ്രശ്നങ്ങൾക്ക് നമ്മൾ ഇന്ന് തന്നെ തടഞ്ഞു നിർത്തുകയാണ് എങ്കിൽ, ഇന്ന് തന്നെ നമ്മൾ വേണ്ട മുൻകരുതലുകൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഭാവിയിലേക്ക് അതായത് അതിക്രമിച്ച് ഇത്തരത്തിലുള്ള മാരകങ്ങളായിട്ടുള്ള വ്യാധികളൊന്നും ഉണ്ടാകില്ല. അത്തരത്തിൽ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള മുൻകരുതലുകളൊക്കെയാണ് വെൽനസ് എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുത്താനായിട്ട് നമ്മൾക്ക് സാധിക്കുക അല്ലെ. വെൽനസ് എന്ന് പറയുമ്പോൾ ആരോഗ്യം, സൗഖ്യം, ക്ഷേമം എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മൾ ഇത്രയും ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്. നമ്മുടെ രോഗപ്രതിരോധനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് നോക്കിയിട്ടുണ്ട്. മാലിന്യ നിവാരണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പ്രൊഡക്ട്സ് കണ്ടു. ഓരോ അവയവങ്ങളിലേക്കും ചെന്ന് അതിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിലുള്ള പ്രൊഡക്ട്സ് കണ്ടു. അതേപോലെ തന്നെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ. അപ്പം ഇതിലെല്ലാം ഈ എലമെന്റ്സ് വെൽനസ്സിൽ എന്താണ് എലമെന്റ്സ് വെൽനസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഏത് ശാസ്ത്രത്തെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ആയുർവേദം എന്ന് പറയുന്ന ആ ഒരു ദൈവികമായിട്ടുള്ള ഒരു ശാസ്ത്രത്തെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ആയുർവേദത്തെ ഉപയോഗിച്ചിട്ടുള്ളത്? ആയുർവേദത്തിന് അത്രമാത്രം എന്ത് മേന്മയാണ്, എന്ത് ഗുണമാണ് ബാക്കിയുള്ള ബാക്കിയുള്ള ശാസ്ത്രങ്ങളെ അപേക്ഷിച്ച് ആയുർവേദത്തിനുള്ളത്? ആയുർവേദം എന്ന് പറയുമ്പോൾ അനാദികാലം മുതലേ കണ്ടുപോരുന്ന ഒരു മഹത്തായിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. അതിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് ആരോഗ്യം കാത്തു സംരക്ഷിക്കുന്നതിനാണ്. ആരോഗ്യവാനായി ഇരിക്കുന്ന ഒരുവന്റെ ആരോഗ്യം കാത്തു സംരക്ഷിക്കുന്നതിനാണ് ആയുർവേദം ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത്. അത് തന്നെയാണ് നമ്മളുടെ MI ലൈഫ് സ്റ്റൈലിന്റെ എലമെന്റ്സ് വെൽനസ് ബ്രാൻഡ് പറയുന്നതും അല്ലെ. വെൽനസിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്ന ശാസ്ത്രത്തിന്റെ മഹത്വത്തെ, അതിന്റെ ഗുണത്തെയാണ് നമ്മൾ നമ്മുടെ എലമെന്റ്സ് വെൽനസിൽ ഉപയോഗിച്ചിട്ടുള്ളത്.
നമ്മളുടെ എലമെന്റ്സ് വെൽനെസിന്റെ ഓരോ പ്രൊഡക്റ്റും നോക്കിയാൽ അറിയാം വളരെയധികം ഗുണങ്ങൾ അല്ലെ ആഴത്തിൽ ചെന്ന് അതിന്റെ മൂല കാരണത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് ആണ് ഉള്ളത്. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന് പറയുന്നതാണ് ഡോക്ടർ DBA നാരായണൻ സർ. 45 വർഷത്തെ പാരമ്പര്യം എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ഗോൾഡ് മെഡലിസ്റ്റ് ആണ് ഫാർമയിൽ. അതേപോലെ തന്നെ ഒരുപാട് റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഡാബർ, ഹിന്ദുസ്ഥാൻ ലിവർ മുതലായവയിലൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ബുക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒരുപാട് ഗവൺമെന്റ് കമ്മിറ്റിയിലൊക്കെ അദ്ദേഹം മെമ്പറുമായിരുന്നു. നമ്മളുടെ ഈ ഒരു മഹത് വ്യക്തിയെ നമ്മൾക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഭാഗ്യം ചെയ്തവരാണ് അല്ലെ. നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അഭിമാനം തോന്നിയിട്ടുള്ള ഒരു നിമിഷമായിരുന്നു 2019 ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് ആയിട്ട് എക്കണോമിക് ടൈംസ് ഓഫ് ഇന്ത്യ എക്കണോമിക് ടൈംസ് തെരഞ്ഞെടുത്തത്. നമ്മളുടെ ഏത് ബ്രാൻഡിനെയാണ്? എലമെന്റ്സ് വെൽനെസ് ബ്രാൻഡിനെയായിരുന്നു തെരഞ്ഞെടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? അത്രയും ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആണ് അല്ലെ. ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയും ലോഞ്ച് ചെയ്തിട്ട് ഇത്രയും ചുരുങ്ങിയ ഈ ഒരു കാലയളവിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഈ ഒരു അംഗീകാരം നേടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മൾ ഒരുപാട് പ്രൊഡക്ട്സിനെ നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലെ. നമ്മൾ ഫൈറ്റ് സ്ട്രെസ് അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് എലമെന്റ്സ് വെൽനെസിന്റെ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ്. അതാണ് നാറ്റ്സിയം എന്ന് പറയുന്നത്. നാറ്റ്സിയം എന്താണ്? നാറ്റ്സിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ ആണ്. NAT എന്ന് പറയുമ്പോൾ നാച്ചുറൽ നിന്നും എടുത്തതായിട്ടുള്ള ഇതാണ് NAT. CIUM എന്ന് പറയുമ്പോൾ കാൽഷ്യത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അതാണ് നാച്ചുറൽ കാൽഷ്യം നിങ്ങൾക്ക് തരുന്നതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ എലമെന്റ്സ് വെൽനെസിന്റെ നാറ്റ്സിയം എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. അത് ക്യാപ്ലറ്റ് ഫോമിലാണ് വരുന്നത്. അപ്പം നമ്മള് പല ഫോംസ് കണ്ടിട്ടുണ്ട് അല്ലെ. ക്യാപ്സ്യൂൾ കണ്ടിട്ടുണ്ട്, ടാബ്ലറ്റ് കണ്ടിട്ടുണ്ട്, ലിക്വിഡ് കണ്ടിട്ടുണ്ട്, ലേഹ്യം കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ നമ്മളുടെ REM നിദ്രയില് കഴിഞ്ഞ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിൽ നമ്മൾ എന്ത് കണ്ടു? ബീഡ്ലെറ്റ് ഫോമിലും കണ്ടു അല്ലെ. ഇന്നിപ്പം വന്നിരിക്കുന്നത് നമ്മുടെ നാറ്റ്സിയം എന്ന് പറയുന്നത് ക്യാപ്ലെറ്റ് ഫോം ആണ്. എന്താണ് ഈ ക്യാപ്ലെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപ്സ്യൂളിന്റെ ക്യാപ്പും ടാബ്ലറ്റിന്റെ ലെറ്റുമാണ് ക്യാപ്ലെറ്റ്. എന്താണ് അത് അർത്ഥമാക്കുന്നത്? ടാബ്ലറ്റിന്റെ ഫോമിലുള്ള ക്യാപ്സ്യൂൾ സൈസിലുള്ളതായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മളുടെ ഈ നാച്ചുറൽ കാൽസ്യം എന്ന് പറയുന്ന ഈ നാറ്റ്സിയം എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ്. അപ്പം ആദ്യം തന്നെ കാൽഷ്യം അല്ലെ. കാൽഷ്യം നമ്മളുടെ ശരീരത്തിന് പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു കാൽഷ്യം ഇത്രയധികം പ്രാധാന്യം ഉണ്ടോ? അത് ഇത്രയധികം ശരീരത്തിന് നൽകാൻ വേണ്ടിയിട്ടൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ വാസ്തവത്തിൽ? അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഈ ഒരു ചിത്രം നോക്കൂ. ഇതാണ് KRS ഡാം എന്ന് പറയുന്നത്. മൈസൂരിലുള്ള ഒരു KRS ഡാം ആണ് ഇത്. ഇത് 1938 ഇത് നിർമ്മിച്ചിട്ട് പണി തീർത്തിട്ടുള്ളത്. അപ്പം അത്രയും ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഇന്ത്യയിൽ സിമെന്റിന്റെ ഉൽപാദനം നടന്നില്ലായിരുന്നു. അന്യ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വളരെ ചിലവേറിയ ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഡാം അന്നത്തെ ആൾക്കാർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്? മണലും വെള്ളവും അതേപോലെ തന്നെ നമ്മളുടെ ചുണ്ണാമ്പ് കല്ല്, കുമ്മായക്കല്ല് എന്ന് പറയും അല്ലെ. അതെന്താണ്? ശരിക്കും കാൽഷ്യമാണ് ഈ ചുണ്ണാമ്പിലൊക്കെ അടങ്ങിയിട്ടുള്ളത്. ആ ഒരു കാൽഷ്യമാണ് ഇതില് നമ്മൾ ചേർത്തിട്ടുള്ളത്. അവരന്ന് ചേർത്തിരുന്നത് അതെങ്ങനെയായിരുന്നു? ഒരുപാട് നേരം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ഒരുപാട് മണിക്കൂർ ഇളക്കിയതിനു ശേഷമാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതിൽ നിന്നുമാണ് ഈ പറയുന്ന KRS എന്ന് പറയുന്ന ഈ ഒരു ഡാം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 80 വർഷത്തിലധികമായി അല്ലെ. ഇപ്പൊ 2020 അപ്പൊ 80 വർഷത്തിലധികമായി. അപ്പം ഇന്നും ഈ ഒരു ഡാമിന് ഒരു കേടുപാടും കൂടാതെ അതേ രീതിയിൽ തന്നെ അതേ ഉറപ്പോട് കൂടിയിട്ടാണ് ഈ ഒരു ഡാം നിലകൊള്ളുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഒരു കേടുപാടും വരാതെ ഇത് അതേ രീതിയിൽ നിലകൊള്ളുന്നത്? എന്തുകൊണ്ടാണ്? കാൽഷ്യമാണ് അല്ലെ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ചുണ്ണാമ്പ് കല്ല്, കുമ്മായ കല്ല് എന്ന് പറയുന്നതിലെ കാൽഷ്യമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാം കാൽഷ്യത്തിന്റെ ഇമ്പോർട്ടൻസ്. കാൽഷ്യം എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രെങ്ത് ആണ് തരുന്നത് എന്നുള്ളത് അല്ലെ. ഇനി കാൽഷ്യം എന്ന് പറയുന്നത് ഒരു മിനറൽ ആണ്. അത് നമ്മളുടെ ശരീരത്തിൽ എവിടെ കാണാനായിട്ട് സാധിക്കും? 99% കാൽഷ്യവും നമ്മളുടെ എല്ലിലും അതേപോലെ തന്നെ നമ്മുടെ പല്ലിലുമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 99% അല്ലെ. അപ്പൊ ബാക്കി 1% എവിടെ പോയി? ബാക്കി 1% എന്ന് പറയുന്നത് നമ്മളുടെ രക്തത്തിലും അതേപോലെ തന്നെ മൃദുവായിട്ടുള്ള കോശങ്ങളിലുമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ചിത്രം
ഈ ഒരു ചിത്രത്തിൽ നോക്കിയാൽ അറിയാം തൈറോയിഡ് ഗ്ലാൻഡ് ആണ് അല്ലെ, തൈറോയിഡ് ഗ്രന്ഥിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു തൈറോയിഡ് ഗ്രന്ഥി ഞാൻ തൈ ഹെൽത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു തന്നിരുന്നു. തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്നും 3 ഹോർമോൺസ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്, T3, T4, കാൽസിറ്റോണിൻ. നമ്മൾ തൈ ഹെൽത്ത് പറഞ്ഞപ്പോൾ കൂടുതലായിട്ടും ഞാൻ പ്രാധാന്യം നൽകിയത് T3, T4-നായിരുന്നു. അവിടെ ഞാൻ കാൽസിറ്റോണിന്റെ കർമ്മം എന്താണ് എന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പം ഇവിടെയാണ് കാൽസിറ്റോണിന്റെ കർമ്മം ഉള്ളത്. എന്താണ് കാൽസിറ്റോണിൻ? കാൽഷ്യത്തില് എന്ത് കർമ്മമാണ് അത് ചെയ്യുന്നത്? നമ്മളുടെ രക്തത്തിൽ എപ്പോഴൊക്കെയാണോ കാൽഷ്യം അധികമാകുന്നത് അപ്പോഴൊക്കെ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്നും കാൽസിറ്റോണിൻ എന്ന് പറയുന്ന പേര് ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. തൈറോയിഡ് ഗ്രന്ഥി ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. അപ്പം ഈ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ കാൽസിറ്റോണിൻ രക്തത്തിലേക്ക് വരികയും അങ്ങനെ രക്തത്തിൽ അമിതമായിട്ടുള്ള കാൽഷ്യത്തെ എല്ലുകളിലും പല്ലുകളിലും ഒക്കെ സൂക്ഷിച്ചിട്ട് വെക്കും, സ്റ്റോർ ചെയ്ത് വെക്കും. ഇനിയും ഭാവിയിൽ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിന്റെ എല്ലാ മെക്കാനിസവും അതേപോലെയാണ്. നമ്മുടെ രക്തത്തിൽ ഒരുപാട് ഗ്ലൂക്കോസ് വരുമ്പോഴത്തേക്കും ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോമില് സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മുടെ ശരീരത്തിൽ എല്ലാം ഉണ്ട്. ഞാൻ അയണിന്റെ കാര്യത്തിലും പറഞ്ഞിരുന്നു. അയൺ ശരീരത്തിൽ ഒരുപാട് ആകുമ്പോഴത്തേക്കും രക്തത്തില് ഫെറിറ്റിൻ എന്നുള്ള ഒരു പേരിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. തൈറോയിഡ് ഗ്രന്ഥി ഈ കാൽസിറ്റോണിന്റെ ഉൽപാദനം വഴി രക്തത്തിൽ അമിതമായിട്ടുള്ള കാൽഷ്യത്തെ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി കാൽഷ്യത്തിന്റെ ഒരു അഭാവം വന്നു. അപ്പം എന്താണ് സംഭവിക്കുന്നത്? അപ്പം ഈ തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കഴുത്തിന്റെ ഇവിടെയായിട്ട് അല്ലെ, ഒരു പൂമ്പാറ്റയുടെ ഷേപ്പിൽ ഉണ്ടാവുന്നതായിട്ടുള്ള ഒരു ഗ്രന്ഥിയാണ്. അതാണ് ഫ്രണ്ട് വ്യൂ ആണ് ആദ്യത്തെ പിക്ചർ എന്ന് പറയുന്നത്. അതിന്റെ ബാക്ക് വ്യൂവിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 4 മഞ്ഞ കളറിലുള്ള ഡോട്ടുകൾ കാണാം. അതൊരു ഗ്രന്ഥിയാണ്. ഏത് ഗ്രന്ഥിയാണ്? പാരാതൈറോയിഡ് ഗ്രന്ഥിയാണ്. നമ്മളുടെ ഈ പറയുന്ന തൈറോയിഡിന്റെ പിൻവശത്ത് ഉള്ളതാണ് പാരാതൈറോയിഡ് ഗ്രന്ഥി. അപ്പൊ ഈ പാരാതൈറോയിഡ് ഗ്രന്ഥിന്റെ കർമ്മം എന്താണ്? ഈ പാരാതൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് പാരാതൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ പറഞ്ഞു രക്തത്തില് എന്തിന്റെ അഭാവം? കാൽഷ്യത്തിന്റെ അഭാവം ഉണ്ടെങ്കിൽ പാരാതൈറോയിഡ് ഹോർമോണിന്റെ ഉൽപാദനം നടക്കുകയും അത് 3 കാര്യങ്ങളാണ് നമ്മളുടെ ശരീരത്തിൽ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മളുടെ എല്ലുകളില് സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ കാൽഷ്യത്തെ തിരിച്ചു വലിച്ചെടുത്ത് രക്തത്തിലേക്ക് കൊണ്ടുവരും. അത് ഒന്നാമത്തെ കർമ്മം. രണ്ടാമത്തേതാണ് കാൽഷ്യം അധികമാകുമ്പോഴത്തേക്കൊക്കെ മൂത്രത്തിലൂടെ അല്ലെ, കിഡ്നി ഫിൽട്ടർ ചെയ്ത് ആവശ്യമില്ലാത്തതൊക്കെ കിഡ്നി മൂത്രത്തിലൂടെ പുറന്തള്ളുകയാണ്. അപ്പം അത്തരത്തിൽ മൂത്രത്തിലൂടെ പുറത്തേക്ക് വിടുന്ന ആ കാൽഷ്യത്തെ അവിടെ തടഞ്ഞു നിർത്തും. എന്നിട്ടോ കിഡ്നിയോട് പറയും മൂത്രത്തിലൂടെ പുറത്തേക്ക് വിടരുത്, രക്തത്തിൽ കാൽഷ്യത്തിന്റെ അഭാവം ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും കിഡ്നി കാൽഷ്യത്തെ മൂത്രത്തിലൂടെ കളയുന്നത് നിർത്തും. കിഡ്നിയിൽ നിന്നും തിരിച്ച് ബ്ലഡിലേക്ക്, രക്തത്തിലേക്ക് അതിലേ വരും. മൂന്നാമത്തേതാണ് നമ്മളുടെ മലം വഴിയും പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു മലത്തെ നമ്മളുടെ ചെറുകുടലിൽ നിന്നും സിഗ്നൽ കൊടുക്കും, നിർത്തൂ, കാൽഷ്യം മലത്തോടൊപ്പം പോകുന്നത് നിർത്തൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിഗ്നൽ കൊടുക്കും. അങ്ങനെ അവിടെ നിന്നും തിരിച്ച് നമ്മളുടെ രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു കർമ്മം നമ്മളുടെ ശരീരത്തിൽ, നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ കൃത്യമായിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം എപ്പോഴൊക്കെ രക്തത്തിൽ കാൽഷ്യം അധികമാകുന്നു അത് സ്റ്റോർ ചെയ്യും അല്ലെ, എല്ലുകളിലൊക്കെ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യും. ഇനിയും എപ്പോഴൊക്കെയാണ് ഇതില് കാൽഷ്യത്തിന്റെ അഭാവം വരുന്നത് അപ്പൊ ഈ സ്റ്റോർ ചെയ്തിട്ടുള്ളത് തിരിച്ചെടുക്കും. അപ്പൊ ഇതാണ് നിയന്ത്രിച്ചാണ് നമ്മളുടെ ശരീരത്തിൽ പോകുമ്പോഴാണ് കാൽഷ്യത്തിന്റെ അളവ് കൃത്യമായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു 1% കാൽഷ്യം നമ്മളുടെ രക്തത്തിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. രക്തത്തിൽ എന്തിനാണ് കാൽഷ്യത്തിന്റെ ആവശ്യമുള്ളത്? രക്തത്തില് ക്ലോട്ടിങ്ങിന്, രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഏത്? കാൽഷ്യം എന്ന് പറയുന്നത്. നമ്മൾക്കറിയാം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു മുറിവ് വന്നിട്ടുണ്ട്. ഒരു മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ വളരെ സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെ രക്തം നിൽക്കുന്നുണ്ട് അല്ലെ, ബ്ലീഡിങ് അറസ്റ്റ് ആവും, രക്തം കട്ട പിടിച്ച് നിൽക്കും. അങ്ങനെ രക്തം കട്ട പിടിക്കാനായിട്ട് വലിയൊരു പ്രോസസ് ആണ് നടക്കുന്നത്. പ്രോൺത്രോംബിൻ ആക്ടിവേറ്റർ പ്രോൺത്രോംബിൻ ആകുന്നു, പ്രോൺത്രോംബിൻ തിരിച്ച് ഫൈബ്രിനോജൻ ആകുന്നു. അങ്ങനെ വലിയൊരു പ്രോസസ് ആണ് നമ്മളുടെ ശരീരത്തിലേക്ക് നടക്കുന്നത്. അപ്പം ലളിതമായിട്ട് പറഞ്ഞാൽ ഇത്തരത്തിൽ ഈ ഒരു പ്രോസസ്സിനെ സഹായിക്കുന്നതായിട്ടുള്ള ഒരു മിനറൽ ആണ് കാൽഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? രക്തത്തെ കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നതായിട്ടുള്ള ഒരു മിനറൽ ആണ് കാൽഷ്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സിഗ്നൽസ് വിടാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളുടെ കാലിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ചെറിയൊരു മുറിവ് വന്നു എന്ന് വിചാരിക്കും. ആ ഒരു മുറിവ് വന്നിട്ടുണ്ട് എങ്കിൽ അത് നമ്മളുടെ ബ്രെയിനിലേക്ക് സിഗ്നൽ കൊടുക്കണം അല്ലെ. എന്തിനാണ് ബ്രെയിനിലേക്ക് സിഗ്നൽ കൊടുക്കുന്നത്?
കാരണം ആ ഭാഗത്തേക്ക്, ആ മുറിവിലേക്ക് അമിതമായിട്ടുള്ള രക്തം അങ്ങോട്ടേക്ക് എത്തണം. എന്തിനാണ് രക്തം അങ്ങോട്ടേക്ക് എത്തുന്നത്? ആ മുറിവ് വഴി പലതരത്തിലുള്ള ബാക്ടീരിയാസും ഒക്കെ കയറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം രക്തത്തില് വെള്ള രക്താണുക്കൾ ഉണ്ട്. അത് ഈ ബാക്ടീരിയാസിനെതിരെ പൊരുതാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ രക്തത്തിലുള്ള പ്ലേറ്റ്ലെറ്റ്സ്, രക്തം പിന്നീട് പോകുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും, അതായത് കട്ട പിടിക്കാൻ വേണ്ടിയിട്ടും അങ്ങോട്ടേക്ക് രക്തം എത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പം ഈ ഒരു സിഗ്നൽ കൊടുക്കുന്നതിലും അതേപോലെ തന്നെ സിഗ്നല് അത് സ്വീകരിക്കുന്നതിലും, അപ്പൊ നമ്മുടെ കാലിൽ ഒരു മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ കാല് നമ്മുടെ ബ്രെയിനിലേക്ക് സിഗ്നൽ വിടും. അപ്പം ആ സിഗ്നല് വിടുന്നതിനും അതേപോലെ ബ്രെയിന് തിരിച്ചൊരു സിഗ്നല് കാലിലേക്ക് വിടും. അപ്പം സിഗ്നല് വിടാനും അതേപോലെ തന്നെ സിഗ്നല് സ്വീകരിക്കാനും സഹായിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു മിനറലാണ് കാൽഷ്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മസിൽസിന്റെ ഒക്കെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നതിൽ, മസിൽസിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നതായിട്ടുള്ള ഒരു മിനറലാണ് നമ്മുടെ കാൽഷ്യം എന്ന് പറയുന്നത്. അതേപോലെ പല വിധത്തിലുള്ള ഹോർമോൺസ് രക്തത്തിലേക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ റിലീസ് ചെയ്ത് വിടുന്നതിലും വലിയൊരു പങ്ക് വഹിക്കുന്നതായിട്ടുള്ള ഒരു മിനറലാണ് കാൽഷ്യം. അതേപോലെ നമ്മളുടെ ഹൃദയത്തിന്റെ ഇടിപ്പ് അത് കൃത്യമായിട്ടുള്ള അളവിൽ കൊണ്ടുപോകാനായിട്ട്, കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് നോർമൽ ആയിട്ടുള്ള ഒരു ഹൃദയമിടിപ്പ് കൊണ്ടുപോകാൻ സഹായിക്കുന്നതും കാൽഷ്യം തന്നെ ആണ്. അതേപോലെ ആയുർവേദത്തിലാണെങ്കിൽ നമ്മള് ഓരോന്നിന്റെയും സാരഭാഗം അതേപോലെ തന്നെ മലഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സാരഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂട്രീഷൻ പാർട്ട്, മലഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലം ആയിട്ട് പോകുന്നത്. അപ്പൊ ഈ മലഭാഗം എന്ന് പറഞ്ഞിട്ടുള്ളതില് അസ്ഥി എന്ന് പറയുന്ന ഒരു ധാതു ആയിട്ടാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ അസ്ഥി ധാതുവിന്റെ മലം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേശം എന്ന് പറയുന്നത്, അതായത് മുടി എന്ന് പറയുന്നത്. അപ്പം എന്താണ് അവിടെയുള്ള ഒരു ബന്ധം? അസ്ഥിയുടെ മലമായിട്ടാണ് എന്തിന് പറഞ്ഞിട്ടുള്ളത്? കേശത്തെ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അസ്ഥി എന്ന് പറയുന്നത് ഒരു ധാതുവായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പം അസ്ഥിയുടെ മലമാണ് ഈ പറയുന്ന കേശം എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് മനസ്സിലാക്കാം? അസ്ഥിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്താണ്? കാൽഷ്യമാണ് അല്ലെ? ആ ഒരു കാൽഷ്യം അസ്ഥിക്ക് ആവശ്യമാണ്. അപ്പൊ അസ്ഥിന്റെ മലത്തിനും കാൽഷ്യം ആവശ്യമല്ലേ? അതെ. അപ്പം കാൽഷ്യത്തിന്റെ അഭാവത്തിൽ എല്ലുകൾക്ക് തേയ്മാനം ഉണ്ടാകും. അതേപോലെ തന്നെ എന്തും ഉണ്ടാകും? കേശം അല്ലെ? മുടിയൊക്കെ ഒരുപാട് കൊഴിയാനായിട്ടൊക്കെ തുടങ്ങും. ഇനി കുറച്ച് കാൽഷ്യത്തെ പറ്റിയിട്ടുള്ള കുറച്ച് വിവരങ്ങൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ ഒരു 60 കിലോ വെയിറ്റ് ഉള്ള ഒരാള്, 60 കിലോ വെയിറ്റ്, അതിൽ അയാളുടെ ഈ ഒരു 60 കിലോ വെയിറ്റിൽ 1 കിലോ എന്ന് പറയുന്നത് ആളുടെ കാൽഷ്യത്തിന്റെ വെയിറ്റ് ആണ്. ഒരു മനുഷ്യന് ആവറേജ് ആയിട്ട് 700 മില്ലിഗ്രാമോളം കാൽഷ്യമാണ് ഒരു ദിവസം, ഓരോ ദിവസവും ആളുടെ ശരീരത്തിൽ നിന്നും നഷ്ടമായിക്കൊണ്ടേയിരിക്കുന്നത്. 700 mgയോളം കാൽഷ്യമാണ് ഒരു ദിവസം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊക്കെ വഴിയിലൂടെയാണ്? നമ്മുടെ സ്കിന്നിൽ അല്ലെ, വേർപ്പിലൂടെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വൻകുടലിൽ നിന്നും മലത്തോടു കൂടെ പോയിക്കൊണ്ടേയിരിക്കുന്നു, മൂത്രത്തിലൂടെ പോയിക്കൊണ്ടേയിരിക്കുന്നു, അത്തരത്തിൽ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ആവറേജ് ഡയറ്റിൽ നിന്നും നമ്മൾക്ക് കേവലം 20 മുതൽ 50% കാൽഷ്യമാണ് നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്നത്. ഇനി കാൽഷ്യം റിച്ച് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? പാല് അല്ലെ? പാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേപോലെ തന്നെ ചീസിൽ നിന്നുണ്ട്, സോയ് പ്രൊഡക്റ്റിൽ നിന്നുണ്ട്, പിന്നെ ഇലക്കറികളിൽ നിന്ന്, അതായത് ചീരയിൽ നിന്നൊക്കെ ഉണ്ട്, അതുപോലെ മില്ലറ്റ്സിൽ നിന്നും ഒക്കെ കിട്ടുന്നുണ്ട്. ഹൈപ്പോ കാൽസീമിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനാണ്. എന്താണ് ഹൈപ്പോ എന്ന് പറയുമ്പോഴത്തേക്കും? ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പറഞ്ഞിരുന്നു. ഹൈപ്പോ എന്ന് പറയുമ്പോഴത്തേക്കും കുറവ് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഹൈപ്പോ കാൽസീമിയ എന്ന് പറയുമ്പോഴത്തേക്കും ശരീരത്തിൽ കാൽഷ്യത്തിന്റെ അളവിലുള്ള കുറവ്, അതാണ് ഹൈപ്പോ കാൽസീമിയ എന്ന് പറയുന്നത്. ഈ പറയുന്ന ഹൈപ്പോ കാൽസീമിയ എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നം പലരും നേരിടുന്നതായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതേപോലെ തന്നെ നമ്മളുടെ ശരീരത്തിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. എന്തിനാണ് വൈറ്റമിൻ ഡി അത്യാവശ്യമായിട്ടുള്ളത്? നമ്മുടെ കാൽഷ്യത്തിനെ വലിച്ചെടുക്കാനായിട്ട്, കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷന് സഹായിക്കുന്നതായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. ഇപ്പൊ കുട്ടികളിലൊക്കെ ആണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ അഭാവത്തിൽ അവരിൽ കണ്ടുവരുന്നതായിട്ടുള്ള ഒരു രോഗമാണ് റിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് കാല് ഇങ്ങനെ വളഞ്ഞിരിക്കും, എല്ലിങ്ങനെ വളഞ്ഞിരിക്കും, ബ്രിട്ടിലായിരിക്കും, എളുപ്പത്തിൽ പൊട്ടാനായിട്ടും തുടങ്ങും. എന്തുകൊണ്ടാണ്? വൈറ്റമിൻ ഡി അവരുടെ ശരീരത്തിൽ ഇല്ല. വൈറ്റമിൻ ഡി അവരുടെ ശരീരത്തിൽ ഇല്ലാതിരിക്കുമ്പോഴത്തേക്കും എന്താണ് നടക്കുന്നത്? കാൽഷ്യം കൃത്യമായിട്ട് ശരീരത്തിലേക്ക്
വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. ശരീരത്തിൽ കൃത്യമായിട്ടുള്ള അളവിൽ കാൽഷ്യം വലിച്ചെടുക്കാനായിട്ട് പറ്റാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലുകൾക്കൊന്നും ശക്തി ഉണ്ടാവില്ല, വേഗം പൊട്ടി പൊട്ടി പോവാനായിട്ട് തുടങ്ങും. അപ്പൊ അവിടെയാണ് വൈറ്റമിൻ ഡിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡി നമുക്ക് എളുപ്പത്തിൽ തന്നെ ബ്ലഡ് ടെസ്റ്റിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും രക്തത്തിൽ എത്രത്തോളം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ഈ വൈറ്റമിൻ ഡി ഏതിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്? വൈറ്റമിൻ ഡി നമ്മളുടെ മുട്ടയുടെ മഞ്ഞയിലുണ്ട്. അതിനേക്കാളും ഒക്കെ ഉപരി നാച്ചുറൽ ആയിട്ടും വൈറ്റമിൻ ഡി നമ്മളുടെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എപ്പോഴാണ്? രാവിലെയുള്ള സൂര്യപ്രകാശം കൊള്ളുമ്പോൾ, നമ്മളുടെ സ്കിന്നിൽ, നമ്മളുടെ തൊലി രാവിലെ ഈ സൂര്യപ്രകാശം കൊള്ളുമ്പോൾ, ഒരു 15 അരമണിക്കൂറൊക്കെ കൊള്ളുമ്പോൾ, അതായത് ഒരു 9-10 മണി ആ ഒരു സമയത്തെ സൂര്യപ്രകാശം കൊള്ളണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വൈറ്റമിൻ ഡി നമ്മളുടെ ത്വക്കിൽ, നമ്മളുടെ സ്കിന്നിൽ, നമ്മളുടെ തൊലിയിൽ നിന്നും നാച്ചുറൽ ആയിട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാക്കി എടുക്കുന്നതാണ്. അതേപോലെ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയിൽ പറഞ്ഞിരിക്കുന്നതാണ്, വളരെ ദീർഘകാലങ്ങളായിട്ട് ഒരുപാട് വ്യാധികളിലൊക്കെ കഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാരിലും കാൽഷ്യം ഡെഫിഷ്യൻസി കണ്ടുവരുന്നുണ്ട് എന്ന്. അതേപോലെ ഗ്ലോബൽ എസ്റ്റിമേറ്റില് 2015 പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് 3.5 ബില്യൺ ആൾക്കാരാണ് ലോകത്തിലെ 3.5 ബില്യൺ ആൾക്കാരാണ് കാൽഷ്യം ഡെഫിഷ്യൻസി നേരിടുന്നത്. ഞാനിവിടെ മില്യണിന്റെ കാര്യമല്ല പറഞ്ഞത്, അതും കൂടി കഴിഞ്ഞിട്ടുള്ള ബില്യണിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 3.5 ബില്യൺ ആൾക്കാരാണ് ലോകത്തിൽ കാൽഷ്യം ഡെഫിഷ്യൻസി നേരിട്ടുകൊണ്ടേ ഇരിക്കുന്നത്. സ്ത്രീകൾക്കൊക്കെ ആണെങ്കിലും വളരെയധികം കൂടുതലാണ് ഈ പറയുന്ന കാൽഷ്യത്തിന്റെ അഭാവം കണ്ടുവരുന്നത്. പല സ്ത്രീകൾക്കും അറിയുന്ന പോലുമില്ല അവർക്ക് കാൽഷ്യത്തിന്റെ അഭാവം ഉണ്ട് എന്ന് ഉള്ളത്. ഇനി ആരൊക്കെയാണ് കാൽഷ്യം ഡെഫിഷ്യൻസിക്ക് സാധ്യത വളരെയധികം കൂടുതൽ? ഏതൊക്കെ വിഭാഗമായിട്ടുള്ള ആൾക്കാരിലാണ് കാൽഷ്യം ഡെഫിഷ്യൻസി കാണാനുള്ള സാധ്യത വളരെയധികം കൂടുതൽ എന്നുള്ളത് നോക്കാം. ഒന്നാമത്തേതാണ് വാർദ്ധക്യത്തിലേക്ക് ഉള്ള ആൾക്കാര്, അല്ലെ? ആ ഒരു വാർദ്ധക്യത്തിലേക്കുള്ള ആൾക്കാർക്ക് നമുക്കറിയാം എല്ലിനും പല്ലിനും ഒന്നും ശക്തിയില്ല. അപ്പൊ അതെന്തുകൊണ്ടാണ്? അവരുടെ കാൽഷ്യം നോർമൽ ആയിട്ടും വാർദ്ധക്യാവസ്ഥയിൽ കുറവായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ടീനേജ്, വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ കാൽഷ്യത്തിന്റെ അളവ് വളരെയധികം അത്യാവശ്യമാണ്. അവർക്ക് വളരാൻ വേണ്ടിയിട്ടും നീളം വെക്കാൻ വേണ്ടിയിട്ടും ബുദ്ധിയുടെ വളർച്ചയ്ക്കും ഒക്കെ അത്യാവശ്യമാണ്. അത്തരത്തിലുള്ള ആൾക്കാരിലും കാൽഷ്യത്തിന്റെ അഭാവം വളരെയധികം കണ്ടിട്ടുണ്ട്. അടുത്തതാണ് ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർ, അമിതവണ്ണമുള്ള ആൾക്കാരിലും കാൽഷ്യം ഡെഫിഷ്യൻസി കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകൾ 2 പ്രസവത്തിന് ശേഷം 3ഉം 4ഉം 5ഉം ഒക്കെ പ്രസവിക്കുന്നതായിട്ടുള്ള ഒരു സ്ത്രീകൾ, അതായത് മുലയൂട്ടുന്ന സ്ത്രീകൾ, ഇത്തരത്തിൽ മുലയൂട്ടുന്ന സ്ത്രീകൾക്കും ഒരുപാട് പ്രഗ്നൻസീസ് ഒക്കെ നടന്നിട്ട് മുലയൂട്ടുന്ന സ്ത്രീകളിലും കാൽഷ്യത്തിന്റെ അഭാവം കണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ എക്സസ് ആയിട്ട് ഒരുപാട് ഉപ്പ് ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഒരുപാട് പ്രോട്ടീൻസ് കഴിക്കുക, ഇത്തരത്തിൽ ചെയ്യുന്നതോടുകൂടെ കാൽഷ്യം നമ്മളുടെ ശരീരത്തിൽ നിന്നും ശോധനം വഴി മലത്തിന്റെ കൂടെയൊക്കെ ഒരുപാട് കാൽഷ്യമാണ് ശരീരത്തിൽ നിന്നും പോകുന്നത്. അതേപോലെ തന്നെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവര്, അതായത് കാൽഷ്യം ശരീരത്തിലുണ്ട് പക്ഷെ അത് വലിച്ചെടുക്കാനും കൂടിയിട്ട് വേണം, അല്ലെ? അതിന് കൃത്യമായിട്ട് പാചകം നടക്കണം, അല്ലെ? അത്തരത്തിൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർക്കും അവരുടെ രക്തത്തിലും അവരുടെ ശരീരത്തിലും കാൽഷ്യത്തിന്റെ അളവ് വളരെയധികം കുറവാണ് കണ്ടിട്ടുള്ളത്. ഇനി എന്തൊക്കെ സിംറ്റംസ് ആണ്, എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഈ പറയുന്ന കാൽഷ്യത്തിന്റെ അഭാവത്തിൽ കണ്ടുവരുന്നത്? ഒന്നാമത്തേതാണ് മസിൽ പ്രോബ്ലം. നമ്മൾ പറഞ്ഞു മസിൽസിന്റെ ഒക്കെ കൃത്യമായിട്ടുള്ള പ്രവർത്തനത്തിന്, കർമ്മം ചെയ്യുന്നതിന് കാൽഷ്യം അത്യാവശ്യമാണ് എന്നുള്ളത്. നമുക്കറിയാം, ഇപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് കാലൊന്ന് മടക്കി വെച്ചിരിക്കുമ്പോൾ ഒരു 10-15 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് കാലിന് ഭയങ്കര തരിപ്പ് ഉണ്ടാവാറുണ്ട്, അല്ലെ? മസിൽസ്, ചിലവർക്കാണെങ്കിൽ മസിൽസ് ഉരുണ്ട കയറ്റം, മസിൽ ക്രാംസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെയൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് കാൽഷ്യത്തിന്റെ അഭാവമാണ്. അതേപോലെ തന്നെ വളരെ ക്ഷീണം ഉണ്ടാവുക, തളർച്ച ഉണ്ടാവുക, നഖമൊക്കെ പൊട്ടി വരിക, സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിരിക്കുക, ചൊറിച്ചിലൊക്കെ ഉണ്ടാവുക, ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും വലിയതായിട്ടുള്ള ഒരു ലക്ഷണം. എന്താണ് ഓസ്റ്റിയോപോറോസിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഓസ്റ്റിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ല്, പോറോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ദ്വാരങ്ങൾ, പോർസ് ഉണ്ടാവുക. ഇങ്ങനെയാണ് ഈ ഓസ്റ്റിയോപോറോസിസ്, എല്ലിൽ ഇങ്ങനെ ദ്വാരങ്ങൾ ഉണ്ടാവുന്നത്. എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, എപ്പോഴൊക്കെയാണ് നമ്മളുടെ രക്തത്തിൽ നമ്മൾക്ക് കാൽഷ്യത്തിന്റെ അളവ് കുറഞ്ഞു വരുമ്പോഴത്തേക്കും സിഗ്നൽ കൊടുക്കും, അല്ലെ? അപ്പം ഈ ബോൺസിൽ നിന്നും, എല്ലുകളിൽ നിന്നും, പല്ലുകളിൽ നിന്നും ഒക്കെ കാൽഷ്യം തിരിച്ച് രക്തത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ തിരിച്ച് രക്തത്തിലേക്ക് വരുമ്പം ഈ എല്ലിന്റെ അവസ്ഥ എന്താകും? എല്ലുകളിൽ ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? വളരെ വേഗത്തിൽ ചെറിയ ഒന്ന് വീഴ്ച പറ്റുമ്പോഴത്തേക്കും എല്ല് ഫ്രാക്ചർ ഉണ്ടാകും,
ഒക്കെ എല്ല് പൊടിയും ഒക്കെ ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതേപോലെ തന്നെ പല സ്ത്രീകളിലും വയറുവേദന, അത്തരത്തിലുള്ള പ്രീ മെൻസ്ട്രൽ മെൻസസിന്റെ സമയത്തിന് മുൻപേ, ഇപ്പം ആർത്തവം നടക്കുന്നതിന് 2-3 ദിവസത്തിനൊക്കെ മുന്നേ ഉണ്ടാകുന്ന വയറുവേദനയ്ക്കും ഒരു കാരണം എന്ന് പറയുന്നത് കാൽഷ്യം ഡെഫിഷ്യൻസിയാണ്. അതേപോലെ തന്നെ പല്ല് കൃത്യമായിട്ട് ഉണ്ടാവുന്നില്ല, പല്ല് വേഗം പൊട്ടി പോവുക, ഇത്തരത്തിൽ കാണുന്ന പല്ലുകള്, ഇവൻ കുട്ടികൾക്ക് പോലും അല്ലെ, കുഞ്ഞു വാവകൾക്കൊക്കെ പല്ല് വരാതിരിക്കുമ്പോഴത്തേക്കും കാൽഷ്യം ടെസ്റ്റ് ചെയ്യും. അവർക്ക് കൃത്യമായിട്ട് കാൽഷ്യം ഇല്ല എന്നുണ്ടെങ്കിലും പല്ലൊന്നും വരുന്നതിൽ വളരെ കാലതാമസം കണ്ടുവരാറുണ്ട്. അതേപോലെ തന്നെ വളർച്ച അല്ലെ, വളരാൻ നീളം വെക്കുന്നതിലും അതും ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വളർച്ചയും കൃത്യമായിട്ട് കുട്ടികളിൽ നടക്കാതെയും ഇരിക്കും എപ്പോൾ കാൽഷ്യത്തിന്റെ അഭാവത്തിൽ. ഇനി എന്തിനാണ് കാൽഷ്യം നമ്മൾ എപ്പോഴും ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത്? കാരണം നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മളുടെ ഭക്ഷണത്തിൽ നിന്നും വളരെ ചെറിയ ശതമാനം മാത്രമാണ് കാൽഷ്യം ശരീരത്തിലേക്ക് വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്നുള്ളൂ. അതുപോലെ ശരീരം വലിച്ചെടുക്കാനായിട്ടുള്ള ഒരു ആവശ്യത്തിന് നമ്മളുടെ ആമാശയത്തിൽ ആസിഡിക് നേച്ചറിലാണ് എളുപ്പത്തിൽ കാൽഷ്യം അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ വളരെ വലിയ എമൗണ്ടിലുള്ള കാൽഷ്യമാണ് നമ്മളുടെ ദിവസേന മലത്തിലൂടെ പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതേപോലെ തന്നെ 2 തരത്തിലുള്ള ബോണിന്റെ, നമ്മളുടെ എല്ലിന്റെ 2 സെൽസ് ആണ്, ഓസ്റ്റിയോക്ലാസ്റ്റും അതേപോലെ തന്നെ ഓസ്റ്റിയോബ്ലാസ്റ്റും. അപ്പൊ ഈ 2 സെൽസിന്റെ പ്രവർത്തനത്തിനും കാൽഷ്യം വളരെയധികം അത്യാവശ്യം തന്നെയാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ ഒരു കാൽഷ്യത്തിന്റെ നില കൃത്യമായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ വേറെയും എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? കാൽഷ്യത്തിന്റെ അളവിൽ കൃത്യമായിട്ട് ഉണ്ടാവാതിരിക്കാനുള്ള വേറെയും എന്തൊക്കെ കാരണങ്ങളാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് ഹോർമോൺസിൽ വരുന്ന വ്യത്യാസം കാരണവും ഉണ്ടാകാം, വാർദ്ധക്യത്തോടടുക്കം ഉണ്ടാകാം. അതേപോലെ തന്നെ മെനോപോസ്, ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് സ്ത്രീകളിൽ അല്ലെ വളരെ ഒരു ഹോർമോണൽ ഇംബാലൻസ് അല്ലെ, ഒരു ഹോർമോൺസ് അത്രയും നാളുകളായിട്ട് പല തരത്തിലുള്ള ഹോർമോൺസിനാൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ ഒരു ആർത്തവത്തിന് വിരാമം സംഭവിക്കുകയാണ്. അതോടുകൂടി പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് സ്ത്രീകൾ നേരിടുന്നത്. ആ ഒരു സമയത്ത് 50, 55 അല്ലെങ്കിൽ 45 മുതൽ 55 വയസ്സിലാണ് ആർത്തവ വിരാമം നടക്കുന്നത്. ആ ഒരു പ്രായത്തിൽ ആർത്തവ വിരാമത്തിനോട് അനുബന്ധിച്ച് അതിനുശേഷം സ്ത്രീകൾക്ക് എളുപ്പത്തിലാണ് ഒന്ന് ചെറിയൊരു വീഴ്ചയൊക്കെ പറ്റുമ്പോഴത്തേക്കും ഹിപ്പ് ഫ്രാക്ചറും അല്ലെ എല്ലൊക്കെ പൊട്ടിപ്പോകുന്നതും ഒക്കെ കണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പലതരത്തിലുള്ള മെഡിസിൻസിന്റെ, ഡ്രഗ്സിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ടും കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ ഡൈയൂററ്റിക്സ്, ഞാൻ യൂറിഫ്ലഷ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, അവർ നൽകുന്നത് ഡൈയൂററ്റിക്സ് ആണ്. അപ്പൊ ഒരുപാട് ഡൈയൂററ്റിക്സ് എന്ന് പറയുമ്പോൾ മൂത്രത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ വർദ്ധിപ്പിക്കുന്നതിനെയാണ് ഡൈയൂററ്റിക്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഡൈയൂററ്റിക്സ് അടങ്ങിയിട്ടുള്ള ഡ്രഗ്സ് നമ്മൾ മെഡിസിൻസ് കഴിക്കുമ്പോഴത്തേക്കും നമ്മളുടെ മൂത്രത്തിലൂടെ നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാൽഷ്യം ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരുപാട് ആന്റാസിഡ്സ് അതേപോലെ ചെയ്യുന്നു. തൈറോയിഡിന്റെ പ്രവർത്തനം കൃത്യമാക്കി കൊണ്ടുപോകാനായിട്ട് ഒരുപാട് അലോപ്പതി മെഡിസിൻസ് ഉണ്ട്. അപ്പൊ തൈറോയിഡ് ഹോർമോൺ മെഡിക്കേഷൻസ്, അതുപോലെ തന്നെ TBക്കെതിരെ പ്രവർത്തിക്കുന്നത്, അതേപോലത്തെ ഉപ്പ് അധികമായിട്ട് കഴിക്കുമ്പോൾ, ഒരുപാട് നോൺ വെജ് കഴിക്കുമ്പോൾ ഒക്കെയും എന്താണ് സംഭവിക്കുന്നത്? കാൽഷ്യം കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റുന്നില്ല. ഈ പറഞ്ഞ അവസ്ഥകളിലൊക്കെയാണ് കാൽഷ്യത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞ് കാണുന്നത്. ഇനി ഈ ഒരു ചാർട്ടാണ് എത്രത്തോളം കാൽഷ്യമാണ് ഒരു വ്യക്തിയുടെ ബോഡി വെയിറ്റിനനുസരിച്ചിട്ട് ഒരു ദിവസം വേണ്ടത് എന്നാണ് ഇത് കാണിക്കുന്നത്. അതായത് ഒരു മനുഷ്യന് ആണ് എന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ട് ഉള്ള ഒരു ഹെവി വർക്ക് ചെയ്യുന്നത് മുതൽ ഒരു വ്യായാമം ഒന്നും ചെയ്യാത്ത ഒരു മനുഷ്യൻ, ഒരു ആണിനാണെങ്കിൽ 60 കിലോ ആണ് ആ ആണിന്റെ വെയിറ്റ് എങ്കിൽ 600 mg ആണ് ഒരു ദിവസം ആളുടെ ശരീരത്തിന് ആവശ്യമായിട്ട് ഉള്ളത്. സ്ത്രീകളാണ് എങ്കിൽ 55 കിലോ ഭാരമുള്ള ഒരു സ്ത്രീക്കാണ് എങ്കിലും 600 mg ആണ് ഒരു ദിവസം ആവശ്യമായിട്ടുള്ള കാൽഷ്യം. ഇതേ അളവ് തന്നെയാണ് കുട്ടികൾ എന്ന് പറയുമ്പോൾ 7 മുതൽ 9 വയസ്സിന്റെ പ്രായം മധ്യേയുള്ള കുട്ടികൾക്കും 600 mg ഓഫ് കാൽഷ്യം ആണ് ഒരു ദിവസം ആവശ്യമായിട്ട് ഉള്ളത്. അതേപോലെ തന്നെ പ്രഗ്നൻസിയിലും അതേപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീകളിലും ഒക്കെ ആണെങ്കിൽ ഒരു 55 കിലോ ആണ് ആ സ്ത്രീയുടെ ഭാരമെങ്കിൽ ആ ഒരു ഭാരത്തിനനുസരിച്ച് 1200 mg ഓഫ് കാൽഷ്യമാണ് ഒരു ദിവസം ആ ആൾക്ക് ആവശ്യമായിട്ട് ഉള്ളത്.
ഇനി എന്തുകൊണ്ടാണ് ഈ കാൽഷ്യം ഇത്രയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു അല്ലെ, നമ്മളുടെ എല്ലുകൾക്കും ഒക്കെ വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു മിനറൽ ആണ് കാൽഷ്യം എന്ന് പറയുന്നത്. നമ്മളൊരു 2 സ്ത്രീകളെ എടുക്കുകയാണെങ്കിൽ ആ 2 സ്ത്രീകളിൽ ഒരു സ്ത്രീകൾക്ക് വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കാൽഷ്യത്തിന്റെ അഭാവത്തിൽ എല്ലുകളിലൊക്കെ വളരെ വീക്കായിട്ട് വളരെ ശോഷിച്ചിട്ടുള്ള എല്ലുകളും ഒക്കെ ഉണ്ടാവുന്നത്. അതേപോലെ 8 ആണുങ്ങളെ എടുക്കുകയാണ്, 45 വയസ്സിന് മുകളിലുള്ള 8 ആണുങ്ങളെ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരാൾക്ക് വെച്ചിട്ടാണ് കാൽഷ്യത്തിന്റെ അഭാവം കാണുന്നത്. ഈ കാൽഷ്യത്തിന്റെ അഭാവത്തോടനുബന്ധിച്ചിട്ടാണ് നടുവേദന ഉണ്ടാകുന്നത്, ഹൈറ്റ് കുറഞ്ഞു വരുന്നത്, ഹൈറ്റ് വെക്കാത്തത്, അതുപോലെ തന്നെ വയറ് ഇങ്ങനെ വീർത്ത് വരുന്നത്, അതേപോലെ തന്നെ സ്റ്റൂപ്പിംഗ് പോസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ വളഞ്ഞു കുത്തി നടക്കുന്നത് ഒക്കെ പ്രായം ചെല്ലും തോറും വാർദ്ധക്യത്തിൽ എത്തിയിട്ടുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലെ, ഇങ്ങനെ വളഞ്ഞിട്ടാണ് അവർ നടക്കുന്നത്. അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ളത് എന്തുകൊണ്ടാണ്? കാൽഷ്യത്തിന്റെ അഭാവമാണ്. അപ്പം കൃത്യമായിട്ട് അവർക്ക് നടക്കാൻ പറ്റുന്നില്ല, അവരുടെ ഡെയിലി ദിനചര്യ അവരുടെ ദിനത്തിലുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അവർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ചെറിയൊരു തട്ടലോ മുട്ടലോ ഇപ്പൊ മേശയിലൊക്കെ ഒന്ന് തട്ടുമ്പോഴത്തേക്കും എന്താണ് ഫ്രാക്ചർ ഉണ്ടാവുകയാണ്, ഹിപ്പ് ഫ്രാക്ചർ ഒക്കെ ഉണ്ടാവുകയാണ്. അപ്പം ഇതൊക്കെയാണ് എന്താണ് നമ്മളുടെ ബോൺസിൽ ഏറ്റവും അധികം കാൽഷ്യത്തിന്റെ അഭാവത്തിൽ നടക്കുന്നത്. ഈ ബോണിനെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം. ഈ ബോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 വയസ്സ് വരെ ബോൺ എപ്പോഴും നമ്മളുടെ എല്ലുകൾ എപ്പോഴും റീമോഡലിങ് പിന്നെയും ഇപ്പൊ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പിന്നെയും നല്ലതായിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി സഹായിക്കുന്നതായിട്ടുള്ള 2 എല്ലിന്റെ കോശങ്ങളെയായിരുന്നു, ബോൺ സെൽസ് ആയിരുന്നു നമ്മളുടെ ഓസ്റ്റിയോക്ലാസ്റ്റും അതേപോലെ തന്നെ ഓസ്റ്റിയോബ്ലാസ്റ്റും എന്നും നമ്മൾ പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഈ ഒരു 30 വയസ്സ് വരെ നമ്മളുടെ എല്ല് ഒക്കെ കൃത്യമായിട്ട് റീമോഡലിംഗ് നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് എന്താണ് സഹായിക്കുന്നത്? കാൽഷ്യമാണ് അല്ലെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുമുള്ള കാൽഷ്യമാണ്, നമ്മുടെ വൈറ്റമിൻ ഡി ആണ്, മെഗ്നീഷ്യം അത്യാവശ്യമായിട്ടുള്ളതാണ്, കൃത്യമായിട്ട് ഡൈജഷൻ നടക്കണം, അതേപോലെ തന്നെ ഒരുപാട് അസിഡിറ്റി ഉണ്ടാകാൻ പാടില്ല, കൃത്യസമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കണം, മദ്യപാനം ഒഴിവാക്കണം, അതേപോലെ തന്നെ ചായ കുടിക്കുന്നത് കോഫി ആയിട്ടുള്ളതൊക്കെ ഒഴിവാക്കണം, കൃത്യമായിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ചെയ്യേണ്ടത്, പുകവലിയൊന്നും തന്നെ പാടില്ല. ഇതൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ളത് തന്നെ ആണ്. ഇനി ഏതൊക്കെ തരത്തിലാണ് കാൽഷ്യം നമ്മൾക്ക് ലഭ്യമായിട്ടുള്ളത്? കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം ഫോസ്ഫേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ ലഭ്യമായിട്ടുള്ളതാണ്. പക്ഷെ ഇതിന്റെയൊക്കെ എത്രത്തോളം കാൽഷ്യമാണ് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ളത്? 500 mg കാൽഷ്യം ടാബ്ലറ്റിൽ നിന്നും മാത്രമാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള 45 മുതൽ 200 mg ഓഫ് കാൽഷ്യം നമ്മൾക്ക് ലഭിക്കുന്നത്. ഏതിൽ നിന്നുമാണ്? 500 mg കാൽഷ്യത്തിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ കാൽഷ്യം ടാബ്ലറ്റ്സും ഒക്കെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും കൂടിയ അളവിലാണ് തരുന്നത് അല്ലെ, 2ഉം 3ഉം ടാബ്ലറ്റുകളൊക്കെയാണ് ഒരു നേരം കഴിക്കാനായിട്ട് പറയുന്നത്. എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു ആവശ്യം നിറവേറ്റണം അല്ലെ, അതിന് 2ഉം 3ഉം കാൽഷ്യം ഒക്കെ കഴിച്ചാൽ മാത്രമാണ് ഈ ഒരു ആവശ്യം നിറവേറ്റി പോകുന്നത്. അപ്പം അതിനൊക്കെ ഉള്ളൊരു പരിഹാരമായിട്ടാണ് നമ്മളുടെ നാച്ചുറൽ കാൽസ്യം വന്നിരിക്കുന്നത്. നാറ്റ്സിയം, എലമെന്റ്സ് വെൽനെസിന്റെ നാറ്റ്സിയം ക്യാപ്ലറ്റുകൾ വന്നിട്ടുള്ളത് നമ്മളുടെ എല്ലിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നാറ്റ്സിയം. എന്താണ് ഈ ഒരു നാറ്റ്സിയത്തിന്റെ പ്രത്യേകത? ഈ നാറ്റ്സിയത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കാൽഷ്യം എവിടെ നിന്നുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? പശുവിൻ പാലിൽ നിന്നും എടുത്തിട്ടുള്ള നാച്ചുറൽ കാൽഷ്യമാണ് നമ്മളുടെ നാറ്റ്സിയം ക്യാപ്ലറ്റിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പുതിയ ഒരു ടെക്നോളജിയിൽ നിന്നും വന്നിട്ടുള്ളതാണ്. കാൽഷ്യത്തോടൊപ്പം തന്നെ മെഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഒക്കെ കൃത്യമായിട്ടുള്ള ഒരു അളവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഹയസ്റ്റ് അബ്സോർപ്ഷൻ ആണ്, വളരെ വേഗതയിൽ തന്നെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്നതും കൂടിയിട്ട് ആണ്. അതോടൊപ്പം തന്നെ ചില ആൾക്കാരിലേക്ക് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്, ഇപ്പം കാൽഷ്യം ടാബ്ലറ്റ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും അവരിൽ കിഡ്നി സ്റ്റോൺ, ഞാൻ കിഡ്നി സ്റ്റോൺ എടുത്തപ്പം പറഞ്ഞിരുന്നു, ഏറ്റവും കൂടുതലായിട്ടും 60% ആൾക്കാരിലും കാണുന്ന കിഡ്നി സ്റ്റോൺ ഏത് കിഡ്നി സ്റ്റോൺ ആയിരുന്നു? കാൽഷ്യം കിഡ്നി സ്റ്റോൺ ആയിരുന്നു അല്ലെ, കാൽഷ്യത്തിന്റെ ഭാഗമായിട്ട് അല്ലെ, കാൽഷ്യം കാരണം, അമിതമായിട്ടുള്ള കാൽഷ്യം കാരണം ഉണ്ടാകുന്ന കിഡ്നി സ്റ്റോൺ ആയിരുന്നു. അപ്പം അത്തരത്തിൽ ഒരുപാട് കാൽഷ്യം ശരീരത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും
കിഡ്നി എന്ത് ചെയ്യും, സ്റ്റോൺ ആക്കി വെക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കുന്നത് കൊണ്ട് വരരുത് എന്ന ഒരു തീരുമാനത്തിൽ നിന്നുമാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഞെരിഞ്ഞിൽ ചേർത്തിരിക്കുന്നത്. നമ്മുടെ യൂറിഫ്ലഷിലും ഞെരിഞ്ഞിൽ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഞെരിഞ്ഞിൽ എന്ന് പറയുന്നത് സ്റ്റോൺസ് ഉണ്ടാവുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നു, കല്ല് ഉണ്ടാവാതെ സംരക്ഷിക്കുന്നു, അതേപോലെ ഉണ്ടായ കല്ലിനെ അലിയിച്ച് കളയാനും കൂടി സഹായിക്കുന്നതായിട്ടുള്ള ഒന്നാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ നാച്ചുറൽ ആയിട്ട് ചേർന്നിട്ടുള്ള മറ്റൊരു ഔഷധമാണ് തിപ്പലി എന്ന് പറയുന്നത്. തിപ്പലി എന്ന് പറയുമ്പോഴത്തേക്കും ആയുർവേദത്തിൽ യോഗവാഹിത്വം എന്നാണ് പറയുന്നത്. ത്രികടുകളിൽ ഒന്നായിട്ടുള്ളതാണ് തിപ്പലി. അപ്പൊ ആയുർവേദത്തിൽ യോഗവാഹിത്വം എന്നൊരു കർമ്മമാണ് തിപ്പലിക്കുള്ളത്. അപ്പം എന്താണ് യോഗവാഹിത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യോഗവാഹിത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ ചേർത്തിരിക്കുന്ന ഔഷധങ്ങളുടെ ഗുണത്തെ കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് യോഗവാഹിത്വം എന്നുള്ളതിന്റെ അർത്ഥം. അതേപോലെ തന്നെ തിപ്പലി നമ്മളുടെ ദഹനം കൃത്യമാക്കി നടക്കുന്നു. അതുവഴി നല്ലൊരു അബ്സോർപ്ഷൻ ആണ്, കാൽഷ്യം നല്ല രീതിയിൽ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു രീതിയിൽ വലിച്ചെടുക്കാനായിട്ടും സഹായിക്കുന്നു. ഇത് ആർക്കൊക്കെയാണ് നൽകേണ്ടത്? 5 വയസ്സിനും 70 വയസ്സിനും അല്ലെ, 5 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഇത് നൽകേണ്ടത്. ഓരോ ക്യാപ്ലറ്റും എത്രയാണ് നിങ്ങൾക്ക് നൽകുന്നത്? 33% ഡെയിലി റിക്വയർമെന്റ്. എത്രയാണോ ഒരു ദിവസം ആവശ്യമായിട്ടുള്ള കാൽഷ്യം, അതിന്റെ 33% നൽകുന്നത്. അതായത് 200 mg ആണ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കാം 200 mg അതെന്തിനാണ് 200 mg? 500 അല്ലേ വേണ്ടത്? അപ്പം 500 mg തന്നെ എന്തുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന് നമ്മുടെ നാറ്റ്സ്യത്തിന് നൽകിക്കൂടാന്ന്? നമ്മുടെ ഒരു പ്രൊഡക്റ്റ് സപ്ലിമെന്റ് ആണ് അല്ലെ. നമ്മൾ എല്ലാ കാൽഷ്യവും ഈ ഒരു പ്രൊഡക്റ്റ് തരും എന്ന് നമ്മൾ വാദിക്കുന്നില്ല. അങ്ങനെയും ഉള്ള ഒരു പ്രൊഡക്റ്റും അല്ല. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലെ, നമ്മൾ ഭക്ഷണത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ മത്സ്യം കഴിക്കുന്നുണ്ട്, നമ്മൾ ചീസ് കഴിക്കുന്നുണ്ട്, സോയ് പ്രൊഡക്ട്സ് കഴിക്കുന്നുണ്ട്, അതിൽ നിന്നൊക്കെ നമ്മൾക്ക് കാൽഷ്യം കിട്ടുന്നുണ്ട്. അപ്പം ആ ഡയറ്റ് നമ്മളുടെ ഭക്ഷണത്തിൽ നിന്നും കിട്ടുന്ന കാൽഷ്യത്തിന് പുറമെ കാൽഷ്യം തരികയാണ് ചെയ്യേണ്ടത്. അല്ലാതെ മുഴുവനും കാൽഷ്യവും തരികയല്ല വേണ്ടത്. അങ്ങനെ കാൽഷ്യത്തിന്റെ അളവ് ശരീരത്തിൽ എക്സസ് ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കല്ലായിട്ടൊക്കെ വരും. പക്ഷെ നമ്മളുടെ ഈ പ്രൊഡക്റ്റ് കഴിക്കുന്നത് കൊണ്ട് ഒരിക്കലും കിഡ്നി സ്റ്റോൺ വരികയുമില്ല. അതിനെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഇതിൽ എന്ത് ചേർന്നിരിക്കുന്നത്? ഞെരിഞ്ഞിൽ എന്ന് പറയുന്നത് ചേർന്നിരിക്കുന്നത്. അപ്പം ഇതില് ഒരു പ്രത്യേകമായിട്ടാണ് ഇതിന്റെ ഈ ഒരു ക്യാപ്ലെറ്റ് വരുന്നത്. അതിന്റെ സെന്ററിൽ ഒരു സ്കോറിൻ ലൈൻ ഉണ്ട്. എന്തിനാണ് ഒരു സ്കോറിൻ ലൈൻ? അത് നമ്മൾക്ക് പൊട്ടിച്ചാല് 2 ഈക്വൽ കഷ്ണങ്ങളിലായിട്ട് പറ്റും. അപ്പം ചെറിയ വയസ്സുള്ളവർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് പൊട്ടിച്ചിട്ട് അര ക്യാപ്ലെറ്റ് വീതം നമ്മൾക്ക് നൽകാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഇതില് ഒരു സ്കോറിംഗ് ലൈൻ ഉണ്ട്. സെന്ററിൽ ഒരു സ്കോറിംഗ് ലൈൻ ഉണ്ട്. ഇത് എപ്രകാരമാണ് നൽകേണ്ടത്? ഒരു ക്യാപ്ലെറ്റ് ആണ് കഴിക്കേണ്ടത്. ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ കൂടെ കഴിക്കാവുന്നതാണ്. 3 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടതാണ്. അപ്പം ഇത് 5 തൊട്ട് 12 വയസ്സിലുള്ളവർക്കാണെങ്കിലാണ് അര ക്യാപ്ലെറ്റ് ആണ് കഴിക്കേണ്ടത്. അപ്പൊ അരയായിട്ട് മുറിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്കോറിംഗ് ലൈൻ അവിടെ ഞങ്ങൾ ഇട്ടിട്ടുള്ളത്. അപ്പം അത് കൃത്യമായിട്ട് നമ്മൾക്ക് പൊട്ടിച്ചിട്ട് കഴിക്കാവുന്നതാണ്. ഇത് ഒരിക്കലും പ്രഗ്നന്റ് ലേഡീസിലും അതേപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീകൾക്കും ഉള്ള ഒരു പ്രൊഡക്റ്റ് അല്ല. അതേപോലെ തന്നെ ഞാൻ ഫീലിംഗ് എടുത്തപ്പോഴത്തേക്കും പറഞ്ഞിരുന്നു, നമ്മുടെ ഫീലിംഗിൽ എന്ത് ചേർന്നിട്ടുണ്ട്? ഫീലിംഗ് ക്യാപ്സ്യൂൾസിൽ കാൽഷ്യം ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫീലിംഗ് ക്യാപ്സ്യൂളും അതേപോലെ തന്നെ നാറ്റ്സിയും ഒരുമിച്ച് എടുക്കാനായിട്ട് പാടില്ല. അവ തമ്മിൽ ഒരു മണിക്കൂറിന്റെ ഗ്യാപ്പ് ഒക്കെ വേണം. ഇപ്പൊ കാൽഷ്യം ഇപ്പം ഒരു നേരമാണ് കഴിക്കേണ്ടത്. രാവിലെ കഴിക്കുകയാണെങ്കിൽ വൈകുന്നേരം നിങ്ങൾക്ക് ഫീലിംഗ് ക്യാപ്സ്യൂള് കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് വളരെ വലിയൊരു രീതിയിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള കാൽഷ്യം ടാബ്ലറ്റ്സോ ഒക്കെ കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിന്റെ കൺസൾട്ടേഷനോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരിക്കലും 500 mg കൂടുതൽ കാൽഷ്യം അറ്റ് എ ടൈം കഴിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. നമ്മളുടെ ഇത് എന്ന് പറയുമ്പോൾ 200 mg ആണ് തരുന്നത്. അപ്പൊ ഒരിക്കലും 500 mg ഒരു നേരം 500 mg കൂടുതലായിട്ട് ഒരിക്കലും കഴിക്കാനായിട്ട് പാടില്ല. കാരണം നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുന്നത് 500 മുതൽ 600 mg മാത്രമാണ് നമ്മളുടെ ശരീരത്തിന് വലിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത്. അതാണ് നാറ്റ്സിയം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി നമുക്ക് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പറയാം? നാറ്റ്സിയം എന്തൊക്കെയാണ് പ്രദാനം ചെയ്യുന്നത്? സ്ട്രോങ് ആയിട്ട് നല്ല ശക്തിയേറിയിട്ടുള്ള എല്ലുകൾ തരുന്നു, ശക്തിയേറിയിട്ടുള്ള പല്ല് തരുന്നു. അതേപോലെ തന്നെ കാർട്ടിലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചിത്രത്തിൽ കാണും അല്ലെ, 2 ബോൺസിന്റെ ഇടയിലുള്ളതാണ് കാർട്ടിലേജ്. അതിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ പ്രവർത്തിക്കുന്നു. മസിൽസിന്റെ ബ്ലഡ് പ്രഷർ കൃത്യമാക്കി കൊണ്ടുപോകുന്നതിൽ, നെർവസ് സിസ്റ്റം കൃത്യമാക്കി കൊണ്ടുപോകുന്നതിൽ, ക്ലോട്ടിങ്
കൃത്യമാക്കി കൊണ്ടുപോകുന്നതിൽ, മുടി കൊഴിച്ചിലൊന്നും വരാതെ സംരക്ഷിക്കുന്നു. അതേപോലെ തന്നെ കിഡ്നി സ്റ്റോൺ ഒന്നും വരാതെ സംരക്ഷിക്കുന്നു. നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ എന്തുണ്ട്? ഞെരിഞ്ഞില് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു അബ്സോർപ്ഷനുമാണ്, നല്ല രീതിയിലാണ് നമ്മളുടെ ശരീരം ഇതിനെ വലിച്ച് എടുക്കുന്നത്. അപ്പം എന്തൊക്കെയാണ്, ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ ഓർത്തിരിക്കേണ്ടത്? അപ്പം ഈ ഒരു നാച്ചുറൽ നാറ്റ്സിയത്തിൽ പാലിൽ നിന്നും അല്ലെ, പശുവിൻ പാലിൽ നിന്നും എടുത്തിട്ടുള്ള കാൽഷ്യം ആണ്. അതോടൊപ്പം എരിഞ്ഞിലുമുണ്ട്, അതേപോലെ തിപ്പലിയും അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന് ആവശ്യം ഒരു ദിവസം എത്രയാണോ കാൽഷ്യം കഴിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് അതിന്റെ 33% നമ്മളുടെ ഈ ഒരു ക്യാപ്ലെറ്റ് നൽകുന്നത്. ഈ ഒരു കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ആദ്യത്തെ പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ നാറ്റ്സിയം എന്ന് പറയുന്നത്. അപ്പം അത്രയുമാണ് നമ്മളുടെ നാറ്റ്സിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാപ്ലെറ്റിനെ പറ്റിയിട്ട് പറയാനുള്ളത്.